മഠത്തിൽ അസീസ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തത് മനസ്സിൽ തട്ടിയാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയുകയൊന്നുമില്ലായിരുന്നു. ഞാൻ നേരിട്ട് സംസാരിക്കുകയോ പരിചയമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സേവനം ചെയ്ത കാര്യം ചാനൽ വാർത്തയായപ്പോൾ ഞാൻ ആ ചാനൽ വാർത്തയെ വെച്ചങ്ങ് സംസാരിച്ചതാണ്. പക്ഷേ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഒരു വാട്സപ്പ് സുഹൃത്ത് തന്നെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്തു. മഠത്തിൽ അസീസ് ഞങ്ങളുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, നിസ്വാർത്ഥ സേവനങ്ങൾ ചെയ്യുന്ന ആളാണ്, ഞങ്ങൾ ആദരിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സജിത എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് റെസ്പോണ്ട് ചെയ്തു. അപ്പം ഞാൻ അസീസിൻ്റെ നമ്പർ ആവശ്യപ്പെട്ടു. ആ നമ്പർ അയച്ചു തന്നു. ഞാൻ അസീസിന് എൻ്റെ ചെയ്ത വീഡിയോ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു. പിന്നീട് അസീസ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, കാഴ്ചപ്പാടിനെക്കുറിച്ച് ഒക്കെ. ഇതൊരു അഭിമുഖം എന്ന് പറയണ്ട, ഇതൊരു ഹൃദയഭാഷ്യമാണ്. ഒരു മനുഷ്യൻ്റെ സ്വാഭാവിക നന്മ പ്രതീക്ഷിച്ചുള്ള ജീവിതത്തിൻ്റെ സേവനങ്ങളെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്ന വാക്കുകൾ. അതിൽ കാൽപ്പനികതയോ സങ്കല്പമോ ഭാവനകളോ സ്വപ്നങ്ങളോ അല്ല, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ. നമ്മൾ സാധാരണ മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് ഏറ്റവും വലിയ സമ്പന്നൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്ന സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സമ്പന്നനെ തീരുമാനിക്കുന്നത്. എന്നാൽ അവിടേക്ക് പോകുന്ന ലോകത്തേക്ക് കൂടി കരുതി നന്മകളുമായി പോകുന്ന യഥാർത്ഥ കോടിപതികളായ ചില സാധാരണക്കാരായ മനുഷ്യർ, അത്തരത്തിലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് മഠത്തിൽ അസീസിനെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അത്രമേലുണ്ട് ആ ജീവിതം, അതിൻ്റെ തുടക്കം, ബാല്യം, പിന്നെ എല്ലാത്തിലും എന്ന പോലെ, എവിടെയും എന്ന പോലെ ഒരു ഉമ്മ, പിന്നെ കുടുംബം, മനുഷ്യർ, സ്നേഹം, പരലോകം, പടച്ചവൻ, എല്ലാം അതിലുണ്ട്. കേൾക്കുക, ആ ജീവിതം കാണുക. അതെ, അതാണ് മഠത്തിൽ അസീസ്. ഞാൻ നിങ്ങളെ എന്ത് പരിപാടിയും വളരെയധികം വീക്ഷിച്ച് ശ്രദ്ധാപൂർവം കേൾക്കുന്ന ഒരാളാണ്. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ നിങ്ങളടുത്ത് എങ്ങനെ എത്തും എന്നുള്ള ഒരു പിന്നെ അങ്കലാപ്പിലേനി. പക്ഷേ യാദർശികമായി ഇന്ന് ഞങ്ങളെപ്പറ്റി നല്ലൊരു ന്യൂസ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളെപ്പറ്റി എടുത്തു പറയുകയും ചെയ്ത നിങ്ങളെപ്പോലുള്ള ആളുകളെ ഞങ്ങൾ എങ്ങനെ അഭിനന്ദിക്കണം എന്നുള്ള അറിയില്ല. എന്തായാലും പിന്നെ ഒട്ടനവധി ഞങ്ങൾ വർഷങ്ങളായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് അംഗീകാരം എന്നുള്ളവർക്ക് നിങ്ങളുടെ ഈ വാക്കുകൾ ഞങ്ങൾക്കൊരു ഉത്തേജനമാണ്. അതുമാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. കാരണം വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ ഉപ്പ മരിച്ച്, കഷ്ടപ്പാടും പാരാതും, തിന്നാനില്ല, കുടിക്കാനില്ല, വീട്ടിൽ കപ്പ പൊയ്ഞ്ഞത് അല്ലെങ്കിൽ നേന്ത്രവാഴൻ്റെ കിഴങ്ങ് ഉപ്പിട്ട് തിന്നാം, അല്ലെങ്കിൽ പന പൊടിച്ച് അത് ഈ അരിഭക്ഷണം വളരെ കുറവാണ്. അങ്ങനത്തെ ആ വട്ടപൂജ്യത്തിൽ നിന്ന് ഇന്നത്തെ ഈ നിലയിൽ നിങ്ങളെപ്പോലുള്ള നാട്ടുകാരെ എല്ലാവരെയും അനുഗ്രഹവും അതോടൊപ്പം എല്ലാവരെയും പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ലെവലിലെത്തിയിട്ടുള്ളത്. ഈ 17-ാം വയസ്സിൽ തുടങ്ങിയിട്ട് ഈ അത്രയും, അതോടൊപ്പം ഈ കടലോട്ടി ട്രെയിൻ അപകടം, പൂക്കിപ്പറമ്പ് ബസ് അപകടം, കുറ്റ്യാടി മരുതോങ്കര ഉരുൾപൊട്ടൽ, കുറ്റ്യാടി പശുക്കട ഉരുൾപൊട്ടൽ, ആനക്കാമ്പയിൽ പുല്ലൂരമ്പാറ ഉരുൾപൊട്ടൽ, കട്ടിപ്പാറ കരിഞ്ചോലമലയുള്ള ഉരുൾപൊട്ടൽ, ചൂരൽമലയുള്ള ഉരുൾപൊട്ടൽ, ഇതിലൊക്കെയുള്ള പഴക്കം ചെന്ന ബോഡികൾ 3-4 ദിവസം കഴിഞ്ഞ് ഒക്കെ എടുത്തത് ഞാനാണ്. പിന്നെ അതോടൊപ്പം വയനാട് 9-ാം വളവിൽ ഡ്രൈവറെ കൊന്ന് കൊക്കയിലിട്ട് 500 അടി താഴ്ചയെന്ന് ആ ബോഡി എടുത്തത് ഞാനാണ്. പിന്നെ മുട്ടായിത്തെരുവ് തീപിടുത്തം, അതോടൊപ്പം ഓക്കി ദുരന്തം എന്ന് പറഞ്ഞാൽ നമ്മളെ കടലോര പ്രദേശത്ത്, അതായത് ബേപ്പൂരിൽ നിന്ന് 8 നോട്ടിക്കൽ മൈൽ അപ്പുറത്തു നിന്നാണ് ഈ കുളച്ചിൽ ഭാഗത്തുള്ള കന്യാകുമാരി ഭാഗത്തുള്ള ആളുകൾ ഈ ചുഴലിക്കാറ്റ് ഓക്കി ദുരന്തം. അതിൽ 24 ബോഡികളാണുള്ളത്. ഈ 24 ബോഡികൾ എടുത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ നമ്മളെ മുമ്പിലുണ്ടായിരുന്നു. എൻ്റെ വളരെ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ മരിച്ച് എൻ്റെ 2 അനിയന്മാരെ കോഴിക്കോട് കിണാശ്ശേരി എത്തിങ്കാനെ കൊണ്ട് ചെന്നാക്കി. അവിടുന്ന് വളരെ വട്ടപ്പൂജാണ്. വീട്ടിലെ അന്നുള്ള വിശപ്പ് അടക്കാൻ എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകുക എന്നുള്ളതാണ്. ആ സമയത്ത് കോഴിക്കോട് കോട്ടുമ്മൽ എന്ന് പറഞ്ഞ പ്രദേശത്ത്, അതായത് തിരുവണ്ണൂർ കോഴിക്കോട് കോട്ടുപ്പള്ളിക്ക് സമീപം, ഞാൻ ഒരു തോണിയിൽ മണൽ കയറ്റി ഒരു വീടിന്റെ തറ നിറയ്ക്കുന്ന ഒരു ജോലിക്കാണ് പോയത്. അങ്ങനെ ജോലിക്ക് പോയി തറ ഇങ്ങനെ നിറച്ചു കൊടുക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 11 മണിയായപ്പം ആ പ്രദേശത്ത് നിന്ന് ഒരു കൂട്ടക്കരച്ചിൽ കേട്ട്. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ കൂടെയുള്ള ആളുകളും ആ പ്രദേശത്തുള്ള നാട്ടുകാരും ഈ കരച്ചിൽ കേട്ട പ്രദേശത്തെ കൂടി. അവിടെ ചെന്നപ്പോൾ ഒരു ഉമ്മ പറഞ്ഞു, എൻ്റെ കുട്ടി വെള്ളത്തിൽ വീണിക്കുന്ന മക്കളെ ആരെങ്കിലും ഒന്ന് ചാടി അടിക്കുന്നു. എല്ലാവരും നോക്കി നിൽക്കുക, നല്ല വെള്ളം, നമുക്ക് പരിചയമില്ലാത്തൊരു പ്രദേശം, വളരെ ചെറുത്. എനിക്കാണെന്ന് തന്നെ ശവമഞ്ചലടക്കം കാണുമ്പോൾ പേടിയാകുന്ന ഒരു സമയമായിരുന്നു.
ആ സമയത്ത് ഞാൻ എന്തോന്നറിയില്ല എടുത്ത് ചാടി ആ കുട്ടിയെ വലിച്ച് എങ്ങനെയൊക്കെ എവിടെക്കോ പിടിച്ച് കരക്ക് കയറ്റിയ സമയത്ത് ആ ആ ചെറിയ കുട്ടി 4 വയസ്സായ കുട്ടി ഉമ്മ അരച്ചുകൊണ്ടിരിക്കുന്ന നാളികേരം അത് വാഴയിലിട്ട് തിരിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള തോട്ടിലേക്കാണ് വീണത്. അതോടൊപ്പം ഈ കുട്ടി അത് ഛർദ്ദിക്കുകയും ചെയ്തു. ആ സമയത്ത് ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം പാടെ കൂടെ ഈ കുട്ടിയെ എടുത്ത് കോഴിക്കോട് കോയാസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കോയാസ് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഡോക്ടർ വിധി എഴുതി ഈ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ ജോലി എടുക്കുന്ന ആ പ്രദേശത്ത് വന്ന് പറഞ്ഞ് ആൾക്കാർ പറഞ്ഞ് ആ കുട്ടി മരണപ്പെട്ടിരിക്കണമെന്ന് അറിയും. അങ്ങനെ ഞങ്ങൾ അവിടെ ജോലി ഒഴിവാക്കി ലീവാക്കി ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ ഉമ്മനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നമ്മളെ തൊട്ടടുത്തൊക്കെ കല്യാണം ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് ആഘോഷ പരിപാടികൾ ഉണ്ടാകാം, അവിടെ നമുക്ക് വിളിച്ചെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, അല്ല വിളിക്കാതെ പോകാൻ പറ്റൂല. പക്ഷെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു സൂക്കേടുള്ള ഒരാൾ, അല്ലെങ്കിൽ സുഖമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ഒരു മരണപ്പെട്ട ആൾ, ആ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് ആരും നോക്കേണ്ടതില്ല, നമുക്ക് വേണ്ട കയ്യിന് എല്ലാ ഹെൽപ്പും ചെയ്യാം. പടച്ചോമ്പാത്ത് ഏറ്റവും വലിയൊരു പുണ്യം കിട്ടുന്ന പരിപാടിയാണ്. എൻ്റെ മോന് അത് തുടരണമെന്ന് പറഞ്ഞ് ഉമ്മ അന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ 3, 4, 5 ദിവസം കഴിഞ്ഞ് വീണ്ടും ആ പ്രദേശത്ത് പണിക്ക് പോയപ്പോൾ ആ പ്രദേശത്തുള്ള ഒരു കാരണവർ വന്ന് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എത്ര ആൾ പണിക്കുണ്ടെന്ന് ചോദിച്ചു. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ 5 ആൾക്കാർ പണിക്കുണ്ടെന്നാണ്. എന്നാൽ ഈ 5 ആൾക്കാർ ഇന്ന് കഞ്ഞി കുടിക്കാൻ എൻ്റെ വീട്ടിലേക്ക് വരിക, ആ കാരണവർ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിൽ കപ്പ പുഴുങ്ങിയത്, പന, നേന്ത്രവായൻ്റെ കിഴങ്ങ് ഉപ്പിട്ടിട്ട് അതാണ് ഞങ്ങൾ കഴിക്കുന്നത്. കാരണം അരിഭക്ഷണം വളരെ കുറവാണ്. പക്ഷെ ഞങ്ങൾ കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞ് ആ കാരണവരെ വീട്ടിലേക്ക് ഞങ്ങൾ പോയപ്പം മഞ്ഞ നിറത്തിലുള്ള ചോറും ഇറച്ചിക്കറിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും മറക്കാൻ പറ്റാത്തൊരു സംഭവം. ലക്ഷങ്ങൾ നമുക്ക് പാരിതോഷികം കിട്ടിയാലും ഇതുപോലത്തെ ഒരു ഇത് ഇന്നും ഞങ്ങളെ മനസ്സിൽ നിന്ന് ഒയ്യാതെ പോകുന്ന സംഭവമാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവം. അവിടുന്ന് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പൂക്കിപ്പറമ്പ് ബസ്സപകടം, 54ഓളം ആളുകൾ ബന്ധു മരിച്ച പൂക്കിപ്പറമ്പ് ബസ്സപകടം. ഈ പൂക്കിപ്പറമ്പ് ബസ്സപകടത്തിലെ ഈ 54 മൃതദേഹങ്ങളും കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരാന്തയിൽ ഇങ്ങനെ കിടത്തി. എന്നിട്ട് ഓരോ ബോഡീൻ്റെ കയ്യിലും നമ്പർ ഇട്ട്, ആ നമ്പർ തൊട്ട ഈ ചുമരിൻ്റെ മുകളിൽ ഒരു ബോർഡിൽ തൂക്കി. എന്നിട്ട് ആ ബോഡി നമ്മൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ കാലിൻ്റെ മുകളിൽ ഒരു ചെറിയ റിങ് മാത്രമാണ് കാലിൻ്റെ മുകളിൽ. അതാണ് അതിൻ്റെ അടയാളം. രണ്ടാമത്തെ ബോഡിക്ക് ഒരടയാളം കാണില്ല. അങ്ങനെ ഞങ്ങൾ വായലേക്ക് വിരലിട്ടിട്ട് എത്ര പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് ഇടുന്നത്. അങ്ങനെയാണ് ഞങ്ങളെ ഒരുപാട് ഇതുണ്ടായിട്ടുള്ളത്. ഈ സ്വന്തം ജീവിത പ്രയാസങ്ങൾ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയിരുന്നെങ്കിൽ എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം എന്താ അറിയോ, എൻ്റെ ഉമ്മ മരിക്കുന്നതിൻ്റെ മുമ്പേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള, മോനെ പടച്ചോമ്പാത്ത് ഏറ്റവും വലിയൊരു പുണ്യം കിട്ടുന്ന കാര്യമാണ് നമുക്കൊരു സുഖമില്ലാത്ത ആളുകളെ ചെന്ന് കാണുക, അതോടൊപ്പം തന്നെ ഒരു മരണ വീട്ടിൽ, അത് ഏത് ജാതിയാണെങ്കിലും ആ മരണ വീട്ടിൽ ചെല്ലുക, അവരെ നമ്മൾ വേണ്ടത്ര സഹായിക്കുക എന്നുള്ളത്. സാമ്പത്തികം നമുക്കൊരു വിഷയമല്ല സാറേ. കാരണം നമുക്ക് അധ്വാനിക്കാനുള്ള ശരീരവും പിന്നെ മറ്റുള്ള ആളുകളോട് ചിരിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. അത് മാത്രമല്ല സാറേ, ഞാൻ ഇതിൽ എടുത്തു പറയേണ്ടത്, ഇന്നത്തെ സമയം വരെ 4231 ബോഡിയാണ് ഇന്നലത്തത്. അതുവരെ ഒരാളോട് പോലും ഒരു ഉറുപ്പ്യ വാങ്ങിയിട്ടില്ല. അതോടൊപ്പം പിന്നെ ഞങ്ങൾ ആൻസോ പാൻപരാഗോ മദ്യം ഒരു സാധനം ഉപയോഗിക്കണമില്ല. ഞങ്ങൾ നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, അതായത് 42 വർഷമായി ഞാൻ ഇത് ചെയ്യണത്. ഇപ്പം അടുത്ത കാലത്ത് 3 വർഷമായിട്ടുള്ളൂ എൻ്റെ കൂടെ വന്ന ആൾക്കാർ. അവരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം എന്താ പറയുക, കാരണം നമുക്ക് ശേഷവും ഈ ഇതുപോലുള്ള ആളുകൾ സമൂഹത്തിന് വേണം. അതുകൊണ്ട് മാത്രമാണ്. എന്തായാലും പിന്നെ എൻ്റെ ഉമ്മൻ്റെ ആത്മാവിന് ഇന്നും ശാന്തി ലഭിക്കും. കാരണം ഞങ്ങൾ അതോടുകൂടി തന്നെ ലോകം അറിഞ്ഞ രീതിയിൽ തന്നെയാണല്ലോ നമ്മളൊക്കെ ഉള്ളത് സാറേ. അപ്പം അതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, വിദ്യാഭ്യാസം വട്ടപ്പൂജാണ്. വട്ടപ്പൂജ എന്ന് പറഞ്ഞാൽ സ്കൂളിലാകെ 3-ാം ക്ലാസ് വരെ പോയിട്ടേ ഉള്ളൂ. പോകാൻ അന്നത്തെ പ്രാരാബ്ദം കൊണ്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതോടൊപ്പം പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. പിന്നെ ഒരുപാട് മറ്റ് പ്രദേശത്ത് ഒട്ടനവധി ഇതിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അതും ഉണ്ട്. അതോടൊപ്പം സാറേ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതായത് കുറ്റ്യാടി മരുതോങ്കര ഉരുൾപൊട്ടൽ, കുറ്റ്യാടി പശുക്കട ഉരുൾപൊട്ടൽ, ആനക്കാമ്പോയിൽ പുല്ലൂരമ്പാറ ഉരുൾപൊട്ടൽ, കട്ടിപ്പാറ കരിഞ്ചോല മലയിലുള്ള ഉരുൾപൊട്ടൽ, പൂക്കിപ്പറമ്പ് ചൂരൽമല ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ, ഈ ഉരുൾപൊട്ടലിലൊക്കെ ഉള്ള പഴക്കം ചെന്ന ബോഡികളൊക്കെ പൗതി മുക്കാലും ഒക്കെ ഞാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അന്നൊന്നും ഞങ്ങളുടെ കൂടെ ആരുമില്ല. പക്ഷെ അതിനൊക്കെ നമുക്ക് കോഴിക്കോട് ജില്ലാ കളക്ടറും ഡെപ്യൂട്ടി കളക്ടർ കൃഷ്ണൻകുടി സാറുമാണ്.
നമുക്ക് എന്ത് പ്രയാസം എവിടെ ഉണ്ടെങ്കിലും അവർ ആദ്യം തന്നെ നമ്മളെ വിളിച്ച് നമ്മളെ ഈ കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. പിന്നെ ഒരുപാട് മേഖലയിൽ എത്തിപ്പെടാനും ഇതുപോലുള്ള നാട്ടിൽ ചെറുതും വലുതായ ഒട്ടനവധി ബോഡികൾ എല്ലാ ദിവസവും ഉണ്ടാവും സാറേ. കാരണം വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ മരിച്ച് പുഴു അരിക്കുമ്പോഴാണ് നമ്മളത് കാണുക. അപ്പം അതുകൊണ്ടാണ് എന്തായാലും പിന്നെ ഇതുപോലുള്ള സേവന പ്രവർത്തനങ്ങളാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അംഗീകാരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നേരെ മറിച്ച് അമേരിക്കൻ വിദേശ മലയാളികൾ അവാർഡുകളും ഒരുപാട് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇതുപോലത്തെ സേവന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നാട്ടിൽ നല്ല രീതിയിൽ ചെയ്തു പോരുന്നത്.